എനിക്ക് വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞൊന്നും അല്ല, പുള്ളി ആ സാധനം മേടിച്ചു നോക്കി എല്ലാരും മുമ്പിൽ വെച്ചിട്ട്. എന്ത് ഞാൻ എന്തെങ്കിലും മോട്ടിച്ചോ? എന്താ രാമേന്ദ്ര പ്രശ്നം? ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അമ്മാമ്മയും കൊണ്ട് ലുലു പോക്കാണ്. കുറെ നാളും കൊണ്ട് വിചാരിക്കുന്ന സംഭവം കേട്ടോ, അമ്മാമ്മയെ കൊണ്ട് ലുലു പോകണം എന്നുള്ളത്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങോട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? പിന്നെ അടിപൊളിയല്ലേ? അമ്മാമ്മക്ക് മൊത്തത്തിൽ ഒരു ബാഡായി പോയേട്ടാ. കേറണ്ടായിരുന്നു തോന്നിയില്ലേ? എന്ത് പറ്റി രമണ? നല്ലൊരു ഒരു ഭയങ്കര ഒരു ബാഡ് അടിച്ചു കേട്ടോ. അത് ഞാൻ ഇറങ്ങിയിട്ട് ഞാൻ സംഭവം പറഞ്ഞുതരാം കറക്റ്റ്. പറഞ്ഞോണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ. പോയിട്ട് ഒന്ന് പറയണ്ട, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയെന്നല്ലേ. അത് ഇത്ര കഷ്ടായി പോയിട്ടോ. എത്ര വിഷമം ഉണ്ടാവൂലേ? ഞങ്ങള് വന്നിട്ട് ആദ്യമേ ഇവിടെ കയറി, ഹൈപ്പറിൽ കയറി. ഹൈപ്പറിലാണല്ലോ കുറച്ച് സാധനങ്ങളൊക്കെ കാണിക്കാനുള്ളത്. പോയിട്ട് മറ്റേ ഇല്ല ചെറിയ ഇല്ല എന്തെങ്കിലും ഒരു സൈസ് ചെറിയ, അതുപോലെ വേറെ എന്തെങ്കിലും ഞാൻ കാണാത്ത 2-3 ഐറ്റം, ഇതൊക്കെ അമ്മാമ്മ കാണിച്ചിട്ട് ഞാൻ ഇന്നതാണ് സാധനം എന്നൊക്കെ അമ്മാമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇതൊരാനയല്ല, അല്ല. ഇത് തേങ്ങയല്ല, അല്ല. ഇത് ഒലക്കയുമല്ല, അല്ല. അമ്മാമ്മയ്ക്കും നല്ല സന്തോഷം, അവരാദ്യമായിട്ട് കാണുന്ന സാധനങ്ങളാണ്. അതല്ല അതിനകത്ത് പെട്ടെന്ന് കേറുമ്പോഴത്തേക്കും എനിക്ക് ഇത്ര സാധനം ഇരിക്കുന്നത്, ആ ഒരു എക്സൈറ്റ്മെന്റ്, ആ ഒരു സംഭവമൊക്കെ പക്ഷെ നല്ലതായിരുന്നു. ഞാൻ അമ്മമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുക, പുള്ളി എന്നിട്ട് പറഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്യരുത്, അത് ഇങ്ങനെ പ്രശ്നമാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. എന്നിട്ട് എന്നോട് പറഞ്ഞ് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഡിഫെൻഡ് ചെയ്ത് ഞാൻ കുറച്ചേരം സംസാരിച്ചു, അത് എന്തുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൂടാ എന്നുള്ളൊരു സംഭവം. കാരണം നമ്മൾ സാധാരണ നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, നമ്മൾ അതൊക്കെ വ്ലോഗ് ചെയ്യാറുണ്ട്, ഷൂട്ട് ചെയ്യാറുണ്ട്. പെട്രോൾ പമ്പിൽ വീഡിയോ എടുക്കരുത്, ഷൂട്ട് ചെയ്യരുതെന്നൊക്കെ പറയാം, അത് സമ്മതിക്കാം. അവിടെ മറ്റേ ഫ്ലെയിമബിൾ ആണെന്നുള്ള സംഭവം. ഇപ്പൊ പഴത്തിന്റെയും പച്ചക്കറിയുടെയും വീഡിയോ എടുക്കുമ്പോഴത്തേന് ഇത് പൊട്ടും, ഇത് റേഡിയേഷൻ അടിച്ച് പൊട്ടും. അങ്ങനെ എന്ത് സെക്യൂരിറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ സംസാരിച്ച്, നീ ഒന്നും പണയണ്ട. എന്തുകൊണ്ട് അത് അവര് പറയുന്നില്ല? വൈ എന്തുകൊണ്ട് അത് നിങ്ങൾ പെർമിഷൻ മേടിക്കണമെന്ന്? ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് വരുവാണ്, 4 പച്ചക്കറിന്റെയും 1 തക്കാളിന്റെ വീഡിയോ എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് മുമ്പേ ചോദിക്കാം. കാരണം അത് അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. എനിക്ക് അവിടെ എന്തുവാ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സാധാരണ കടയാണ്, നമ്മൾ കടയിൽ പോകാറുണ്ട്, പച്ചക്കറി മേടിക്കാറുണ്ട്, പഴം മേടിക്കാറുണ്ട്, സാധനം മേടിക്കാറുണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നോണ്ട് എന്താണ് ബുദ്ധിമുട്ട്? ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. ഞാൻ വേറെ ആരെ ഷൂട്ട് ചെയ്യുന്നില്ല, അച്ഛനമ്മ അല്ലെങ്കിൽ കൂടെ. ഞാൻ വീഡിയോ എടുത്തത് എന്തോ ഭയങ്കര തെറ്റാണെങ്കി അങ്ങ് നിൽക്കുവോ, അവിടെ അങ്ങ് നിൽക്കുവോ, പോണില്ല ഇവര്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അങ്ങനെ ഞാൻ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ഫുട്ടേജ് ഞാൻ അങ്ങ് വിടത്തില്ല. നിന്റെയൊക്കെ അഭ്യാസം തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ, അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന്. അവർക്കത് പോരാ, റീസെന്റ് ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യണം, ഫുൾ ക്ലിയർ ചെയ്യണം. ഞാൻ പറഞ്ഞ് എന്റെ പേഴ്സണൽ തിങ്ങാണ്, എന്റെ റീസെന്റിൽ പലതും കാണും, ഞാൻ ഇതെന്തിനു നിങ്ങളുടെ മുമ്പ് വെച്ച് ഡിലീറ്റ് ചെയ്യണം? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എനിക്ക് അറിഞ്ഞൂടേ അവിടെ പഴവും പച്ചക്കറിയും അല്ലാതെ വേറെ എന്തെങ്കിലും ഇവര് എന്തിനു ഇത്ര വിഷമിക്കുന്നതാണത്. അങ്ങനെ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത്. സാറ് പേടിക്കാതിരി, ഒന്ന് പകച്ചു പോയാൽ പിന്നെ മനുഷ്യന് 10 പൈസക്ക് കൊള്ളത്തില്ല. അപ്പൊ ഇവർക്ക് ഞാൻ മാറി നിന്നപ്പോ ഡൗട്ട്, ഇവര് മുമ്പ് വെച്ചിട്ട് ഞാൻ അതിന്റെ റീസെന്റ് ഡിലീറ്റ് ചെയ്തത്. ഞാൻ ഇത് പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി. സാറ് ശ്രദ്ധിച്ചോ, അവന്റെ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അവനിപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കും. സാധനം എടുത്തിട്ട് ഞാൻ ഇറങ്ങി ബില്ല് ചെയ്യാൻ പോയി. സെക്യൂരിറ്റിയുടെ സൂപ്പർവൈസർ, ഞാൻ ബില്ലടിക്കുന്നിടത്ത് പുറത്തുനിന്നൊരു 2 ബോഡി ഗാർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഗുണ്ടകളാ ഇല്ല അടിക്കാൻ നിൽക്കുന്ന. എന്ത് കാര്യത്തിനാണത്? ഒരു സുഖം, ഒരു മനസുഖം. അച്ഛൊരു കാര്യമല്ല, ഞാൻ ഒരു വീഡിയോ എടുത്ത് അത് ഞാൻ ഷൂട്ട് ചെയ്തു, ഞാൻ അത് ഡിലീറ്റും ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ സൂപ്പർവൈസർ പറഞ്ഞ എന്തിനാ, അതിനകത്ത് എന്തോ ഉള്ളേ, പഴവും പച്ചക്കറിയും പാലും അല്ലേ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. അപ്പോഴത്തേന് ഈ സൂപ്പർവൈസർ പുള്ളി ഉണ്ടല്ലേ പുറത്ത് നിന്നാ, പുള്ളി ഇങ്ങോട്ട് കേറി വന്നിട്ട് അമ്മയുടെ കയ്യിൽ ഇരിക്കുന്ന, അതായത് ഞാൻ ബില്ലടച്ച് വെച്ചേക്കണ സാധനം പുള്ളി മേടിച്ചു നോക്കി. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, പുള്ളി മേടിച്ച് ചെക്ക് ചെയ്യുക, മറ്റേ നടക്കുന്ന സ്കാനർ ഉണ്ടല്ലേ, പുള്ളി അതിനകത്തോട്ട് ചെക്ക് ചെയ്യുക, ഈ സാധനം മേടിച്ചിട്ട് ചെക്ക് ചെയ്യുക. അതായത് അവിടുത്തെ ആൾക്കാരെല്ലാം നോക്കണം. മോശമായിപ്പോ, വളരെ മോശമായിപ്പോ.
അവിടെ ബില്ലടിക്കുന്ന ആൾക്കാര് സ്റ്റാഫുകളൊക്കെ നോക്കണ്. പുള്ളി വന്നിട്ട് അമ്മയുടെ ബാഗ് മേടിച്ചിട്ട് അത് സാധനത്തിൽ വിട്ട് ചെക്ക് ചെയ്യുക പുള്ളി. അപ്പൊ ഈ അയാൾ അടിക്കില്ലേ? അടിക്കണോ? ആ അടിക്കും ഞാൻ. അടിക്കട്ടെ, അടിക്കണോ? ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ ചെക്ക് ചെയ്യുന്നത് ചോദിച്ചു. നിങ്ങളുടെ സ്റ്റാഫിന് നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ചോദിച്ചു. അവര് ഇപ്പൊ അങ്ങോട്ട് എടുത്ത് ഞാൻ ബില്ലടിച്ച് ആ പാക്ക് ചെയ്ത് തന്ന സ്റ്റാഫാ. അവിടെ പുള്ളി പറയാ ഇത് എന്റെ ഡ്യൂട്ടിയാണ്. എനിക്കവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ. അതായത് ഞാൻ അകത്തുനിന്ന് മോട്ടിച്ചേക്കുക പുള്ളിയുടെ ഗത. അവിടുന്ന് ഞാൻ മോട്ടിച്ച് ഇതിനകത്ത് ഇട്ടിട്ട് പുള്ളി കുറച്ചേരം നേരം ഷഡ്ഡി വരെ പൊക്കി നോക്കിയായിരുന്നു. അങ്ങനെ സംസാരമായി. ആ പുള്ളി അതൊരു പരിപാടിയാണ്. ഞാൻ അതിന് ഫോൺ എടുക്കുന്ന എന്റെ ഫോൺ ഞാൻ കൊടുക്കുന്നില്ല. ഇല്ല. അവസാനം എന്താക്കി? എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. അങ്ങനെ എനിക്ക് ഉണ്ടായ ഒരു വേസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഇത്. കോട്ടാ പിന്നെ ഞാൻ ഇനിയിപ്പം വേറൊരു മാള് ഞാൻ കാണിച്ചു തരാം. പാവം കേട്ടോ, ആദ്യമായിട്ട് ലുലുമാൾ കാണാനായിട്ട് വന്നേണ്ടേ. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി.